ഓക്കെ, അപ്പൊ ആദ്യം കാന്താരയില് ആരാ ഡബ് ചെയ്തിരുന്നേ? അർജുൻ അറിയില്ലേ? അശ്വതി നക്ഷത്രത്തിലെ ഹീറോ ഡബ് ചെയ്യുന്നേ? അല്ല, ഞാൻ എല്ലാത്തിലും വില്ലത്തിയാണ്. അല്ലല്ല, ഹീറോയിൻ തന്നെ ചെയ്യാം. അതിനകത്ത് വരണത് ഇപ്പൊ നമ്മുടെ സൗണ്ട് നമുക്ക് ഏത് ക്യാരക്ടറാണ് അർജുനെ ടെസ്റ്റ് അടിച്ചിരുന്നു, അത് റിജക്ട് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അത് നിങ്ങളല്ലല്ലോ ചെയ്തത് ആ പ്രൊജക്ട്? അത് വേറെ ഇതായിരുന്നു. തന്റെ ഫ്രണ്ട് ഐലേഷ് ഓ, ടോട്ട് സ്റ്റുഡിയോസ് ആണല്ലേ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സിനിമയിൽ ഇപ്പം കാന്താരയിലാണെങ്കിൽ മ്യൂസിക്കിന് ഓരോ കാര്യത്തിനും ഓരോ ദിവസവും നമ്മൾ ഡബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മ്യൂസിക് ഇട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് മ്യൂസിക്കിന്റെ ഒരു ഇത് പറയോ? ഇല്ല, നമ്മുടെ ചാപ്റ്റർ 2 മ്യൂസിക്കില്ലേ, ഇത് നമ്മൾ മൊബൈലിൽ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. അത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മൾ ആ മൂവിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്, ഒരു കണക്ഷൻ കിട്ടാനാണ്. ഇപ്പൊ ആ മ്യൂസിക് ഞാൻ ഇവിടുന്ന് ഹെഡ്സെറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ വോയിസ് ആണ് സെലക്ട് ആയി അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് ചെയ്തത് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ ചെയ്തത് നേരെ കൊണ്ട് യൂട്യൂബിൽ കയറിയിട്ട് കാന്താര ചാപ്റ്റർ 2 ക്ലൈമാക്സ് റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ അത്ര ക്ലൈമാക്സ് ആണല്ലോ. ഞാൻ പടം കിട്ടുന്നറിഞ്ഞപ്പോ ഒരു സിനിമ അങ്ങ് ആമസോൺ പ്രൈമില് ഒരു റിപ്പീറ്റ് അടിച്ചിട്ട് 3 പ്രാവശ്യം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ കണക്ഷൻ എങ്ങനെയാ വെച്ചാല് പല കോൺസെപ്റ്റ്, പല ഇമോഷൻസ്, അവരുടെ ക്യാരക്ടേഴ്സ് അതെല്ലാം കുറച്ചുകൂടെ നന്നായി മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ അങ്ങോട്ട് പോയി സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു 3 ദിവസം മുമ്പ് തൊട്ട് തുടങ്ങിയ പ്രോസസ്സാണ്. അവിടെ എത്തിയപ്പോൾ ടോട്ടൽ എൻ്റെ കാന്താര വേൾഡിലേക്ക് എൻ്റർ ആയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. മൊത്തം കുന്താപുര എന്നുള്ള അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. നമ്മളെ എന്തോ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ. ഓക്കെ, ഈ സെയിം ടൈം കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിന്റെ പലരും നമ്മൾ അല്ല, കമന്റ് സെക്ഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ചില റീലിന്റെ താഴെകളിലൊക്കെ കാണുന്നുണ്ട് ഈ കമന്റ്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് തുടങ്ങിയത് മറ്റേ ഒരു ഇതിന്റെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ട് ഒരു സാധനം വന്നായിരുന്നല്ലോ, കള്ളു കുടിക്കാതെ. അതിപ്പോ ഋഷഭ് ഷെട്ടി തന്നെ അത് പറഞ്ഞു, ഇത് ഫേക്ക് ആണ് ചേട്ടാ എന്ന് പറഞ്ഞ് പുള്ളി വരുന്നുണ്ട്. ഇതിൽ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പ്രോസസ് അല്ലേ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആർക്കും എന്ത് സംഭവിക്കാം. അപ്പൊ എല്ലാത്തിനും ഈ ഫിലിമുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഒരു ഇതില് ഇപ്പൊ താൻ ചോദിച്ച ചോദ്യമില്ലേ, ഞാൻ ഇവിടെ ഡോളർ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. ഇദ്ദേഹത്തോട് ഞാൻ പറയുന്നത്, അണ്ണാ ഇങ്ങനെ എന്നെ പ്രശ്നവർക്ക് ഇത് ഇങ്ങനെ വാർത്തെടുക്കുക, അപ്പൊ ഇതിൽ ഏതാവത് സത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത്, നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം പാക്കപ്പ് വിളിക്കാണ്, അടുത്ത ഷൂട്ട് എന്ന് പറഞ്ഞാൽ 10 ദിവസം ബ്രേക്കാണ് 10 days ബ്രേക്കാണ്. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ ഇവര് ചിലപ്പോ ടൂറ് പോകും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ബാക്കി പല പരിപാടി വേറെ ജോലിക്ക് പോകും. അപ്പൊക്കെ സംഭവിക്കുന്ന അപകടത്തിന് നമ്മൾ എങ്ങനെയാണ് കാരണമാവുന്നത്? ഫോർ എക്സാമ്പിൾ 10 days ബ്രേക്കിനിടയിൽ ഇവർ പോയിട്ട് ഇപ്പോ എന്താണ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അപകടത്തിൽ പറ്റി കഴിഞ്ഞാൽ അത് സിനിമയായിട്ട് ബന്ധമില്ലല്ലോ. സിനിമയായിട്ട് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇഫ് ഉണ്ട് അവിടെ കേട്ടോ. പക്ഷെ അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അദ്ദേഹം ഉല്ലാസയാത്ര പോയതാണ്, അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് അങ്ങനെ സംഭവിച്ചു. അപ്പൊ അതില് ഈ സിനിമ പേര് വലിച്ചേക്കേണ്ട കാര്യമില്ലെന്നാണ് ഡോളർ പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോ കറക്റ്റാണ്. പക്ഷെ മാധ്യമങ്ങളിൽ വന്നത് എങ്ങനെയാണ്, കാന്താര ഷൂട്ടിങ്ങിനിടെ ആൾക്കാർ കാണുക, അതുകൊണ്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ കുഴപ്പം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഋഷഭ് ഷെട്ടിയെ പോലുള്ള ഒരു നാഷണൽ അവാർഡ് വിന്നർ പറയും തോന്നുന്നുണ്ടോ, മാംസാഹാരം കഴിച്ച് കാന്താര കാണാൻ വരരുത്, വ്രതം എടുത്തിട്ട് വരണം, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗൂഗിളില് ഫോം ഫില്ല് ചെയ്ത് അയക്കണം എന്നൊക്കെ പുള്ളി പറയും. ഇതൊക്കെ ഫേക്ക് അല്ലാതെ അത്രയും പുള്ളി ഇതിനുവേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ശരിക്കും ഇങ്ങനെ ഒരു പോസ്റ്റർ വന്ന ആദ്യ ടൈമിൽ നിങ്ങൾ കണ്ടപ്പോ എന്തായിരുന്നു പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുമ്പ്? കുറെ റീൽ ഇറങ്ങി, അത് കാണാൻ ഭയങ്കര രസമില്ല. നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനൽ അത് വരുമ്പോ അത് കാണുന്ന പ്രേക്ഷകർ അത് വിശ്വസിക്കും. തീർച്ചയായും അതാണ് വിശ്വസിക്കുകയല്ല. ഇപ്പൊ താനീ പറഞ്ഞ പോസ്റ്ററിന്റെ താഴെ വന്നിരിക്കുന്ന ആൾക്കാരെ കമന്റ് സെക്ഷനിൽ വന്നിരിക്കുന്നത് എല്ലാരും വിശ്വസിച്ചിട്ട് പറയാണ്, അങ്കിപ്പണി ഞാൻ വരുന്നില്ല, ഞാൻ ബീഫ് കഴിച്ചു, ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് പ്രേക്ഷകർ ഇതിന് വരുന്നില്ല, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ശരിക്കും അവരുടെ വിശ്വാസമാണ് അവരെ തെറ്റിക്കുന്നത്, അവിശ്വാസമാണ് അവരെ തെറ്റിക്കുന്നത് എന്ന് ഒരിക്കലും ആരും കുറ്റപ്പെടുത്തതല്ല. പക്ഷെ ഇറ്റ്സ് എ മാർവലസ് ഫിലിം. സോ നമ്മളത് ഏറ്റെടുക്കുക, അതിന് നല്ല വർക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു കാര്യമല്ല നമുക്ക് വേണം. നമ്മൾ എല്ലാ സിനിമയിലും നമ്മൾ അങ്ങനെ വരവേൽക്കുന്ന സമയത്ത് ആരൊക്കെ പറഞ്ഞൊരു ഫേക്ക് കാര്യങ്ങളും ഇതിങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്
അതാണ് മെന്റാലിറ്റി. മേ ബി നമ്മൾ പോലും ചിന്തിക്കാത്ത ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ പടച്ചു വിടും, നമ്മൾ അറിയില്ല. ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് ഒരു ഡിവൈൻ അല്ലേ, ഒരു പ്യൂരിറ്റി ആണല്ലോ. കാരണം നമുക്ക് എന്തെങ്കിലും വന്നു നമ്മൾ ആദ്യം വിളിക്കുന്നത് എന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാളെ രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിനൊപ്പം കുറച്ച് ലക്ക് വേണം. ആ ലക്കിൽ തന്നെ വിശ്വസിക്കുന്ന ദൈവത്തെയാണ്. അപ്പൊ അവരുടെ ജനതയിലെ ഒരു ദൈവം വരുന്നു, ഇങ്ങനെയാണ് അത് പോകുന്നത്. അതിലൊന്നും നെഗറ്റീവ് ഇല്ല. കാരണം ആ ജനതയെ സഹായിക്കാനായിട്ട് ജനതയെ സഹായിക്കാനാണ് വരുന്നത്. ഓർക്കല്ലേ ക്ലൈമാക്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്, ആ സമയത്താണ് വരുന്നത് ഗുളികൻ വരുന്നതൊക്കെ. അപ്പോ അങ്ങനെയുള്ള കഥയിൽ നെഗറ്റീവ് അല്ലല്ലോ, പോസിറ്റീവ് അല്ലേ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായില്ലേ? നിങ്ങള് ട്രെയിലർ കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അതായിരിക്കില്ല സിനിമ. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇറങ്ങുന്ന എല്ലാ ട്രെയിലറും അങ്ങനെയാണ്. മനുഷ്യന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു സംഭവം എന്തായാലും ഉണ്ടാവുമല്ലോ. ഞാൻ പണ്ട് ഇപ്പൊ കാന്താരയിൽ ഡബ് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. RJ ഇന്ദ്രനെ അറിയോ? ഇന്ദ്രൻ ലല്ലു എന്നുള്ള ക്യാരക്ടർ അത് ചെയ്തത് ഇന്ദ്രനായിരുന്നു. അപ്പം എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാംഗോയിൽ ജോയിൻ ചെയ്ത ടൈമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ പടം ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് ഇത്ര ഹിറ്റ് ആവുമെന്ന് ഒരു ഇതും ഇല്ലായിരുന്നു. നമ്മളൊക്കെ വന്നിട്ട് ചെയ്യുന്ന പോകുന്ന ഏതോ ഒരു പടം ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. അതെ, ഇത് അവൻ പറഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഒരു എക്സ്പെക്ടേഷനും ഇല്ല, എന്തോ ചെയ്യുന്നു, നമ്മൾ തന്നെ ഇത് കളിയാക്കി പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലാവണം എന്നുള്ളൊരു രീതിയിൽ ഇതിൽ ചെയ്ത കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്തുണല്ലാതെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മിറാക്കിൾ സംഭവിച്ചതുപോലെയാണ് പിന്നുണ്ടായതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പോൾ തന്നെ ഭയങ്കര ഹ്യൂജ് എക്സ്പെക്ടേഷനിലാണ്, ആദ്യത്തത് പോലെ അല്ല. അപ്പോൾ ഈ ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അത് ഇപ്പോൾ പല സിനിമകളും ഹ്യൂജ് എക്സ്പെക്ടേഷനിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? പടം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും തോന്നിട്ടില്ല. എനിക്ക് എന്താ വെച്ചാല് മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ്, ബാക്കിയുള്ള ടെക്നീഷ്യൻസ്, അവർ നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു ചാർജ് ആവുന്ന ഒരു പവർ ഇല്ലേ, അത് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് സംഭവം അടിപൊളിയായിരിക്കും. അതാണ് ഇപ്പൊ നെക്സ്റ്റ് നമുക്കിനി October 2 റിലീസ് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും റിവ്യൂ അറിയാം. അപ്പൊ ഇതിനേക്കാളും നമ്മളിപ്പോ ഗംഭീര പടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത വിഷ്വൽ ബ്യൂട്ടി, പിന്നെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അത് രണ്ടും ഒന്നൊന്നര സംഭവമാണ്. റോ ഫയൽസ് അല്ലേ കണ്ടിട്ടുള്ളത്? അപ്പൊ തന്നെ വിഷ്വൽ ബ്യൂട്ടിയിൽ ഇത്ര കോൺഫിഡൻസ് ആണല്ലേ? അത്യാവശ്യം നല്ല പ്രിന്റ് ആണ്. നല്ല പ്രിന്റാണ് നമുക്ക് കിട്ടിയത്. പക്ക പ്രിന്റ് ആയിരുന്നു. ആ പ്രിന്റിൽ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആക്ഷൻ സീനിലേക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ഡയലോഗ് ഡെലിവറി, പിന്നെ ബാക്കി വരുന്ന മാസിങ് സാധനങ്ങളും, പിന്നെ മൊത്തത്തില് വിഷ്വൽ ബ്യൂട്ടി രക്ഷയില്ല. ക്യാമറമാൻ എന്താ പറയാ, പൂണ്ട് വിളയാടി നമ്മളെ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല ക്യാരക്ടേഴ്സിന്റെ ഒരു ഉദയം ചെയ്യുന്ന നാച്ചുറൽ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. വെറൈറ്റി മനസ്സിൽ ഉൾക്കൊള്ളുന്ന നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. നമ്മൾ ലൂപ്പിൽ പെട്ടു, ആ സിനിമയുടെ ലൂപ്പിൽ പെട്ടു. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വേറെ ഏതെങ്കിലും ക്യാമിയോസ് ഇപ്പൊ സിനിമകളിൽ അതൊരു പതിവായതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാമോ ഇതില്? ജയറാമേട്ടൻ ഇപ്പൊ നമുക്ക് റിവീൽ, നമുക്ക് ആ ശബ്ദം എവിടെ കേട്ടാലും നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമല്ലോ. അപ്പൊ വേറെ ആരെങ്കിലും അങ്ങനെ നമ്മൾ ആ കാലഘട്ടത്ത് എന്ത് ക്യാമിയോ വരുന്നത് ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളത്തിലുള്ള വേറെ നാച്ചുറൽ. അതെ, എല്ലാം ഇതൊരു എന്താ പറയാ ഒരു മസാല പടമല്ല, കൊമേഴ്ഷ്യൽ മൂവി അല്ല. പക്ഷെ എന്നാ കൊമേഴ്ഷ്യൽ മൂവിയാണ്. കൊമേഴ്ഷ്യൽ മൂവി അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ, കൊമേഴ്ഷ്യൽ വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്ന ഇതിന് അത് മാത്രം ഹൈപ്പ് ചെയ്തിട്ട് പടം 1000 കോടി അടിക്കണം എന്നുള്ള മൂവി അല്ല. നമുക്കൊരു വിഷൻ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റിന് വേണ്ടിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. കണ്ടന്റ് ബേസ് ആണ് സിനിമ പോകുന്നത്. പക്ഷെ അത് കൊമേഴ്ഷ്യലൈസ്ഡ് ആവും കണ്ടു കഴിയുമ്പോ. കാരണം തിയേറ്ററിലേക്ക് ആള് വന്നാൽ മാത്രമാണല്ലോ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുന്നതാണ് നമ്മുടെ ഹാഫ് കൊമേഴ്ഷ്യൽ ഹാഫ് കണ്ടന്റ്. 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. എന്തായാലും അടുത്ത 1000 കോടിയാണെന്ന് കമന്റ് സെക്ഷനുകളിൽ ആൾക്കാര് അത്രയും ജയ് വിളിക്കുന്നുണ്ട്. 1000 കോടി പൈസക്ക് ഉപരി 1000 കോടി നന്ദി ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ എല്ലാവരും അറിയിക്കുന്നത്. ബിക്കോസ് അവര് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക, അവര് ഭാഗമാവാന്നുള്ളവരാണ്. 200% കൊടുത്ത് ചെയ്ത സിനിമയാണ്. അതുപോലെ അവരും അവരുടെ അത്രയും തന്നെ എഫർട്ട് ചെയ്ത സിനിമയാണ്.